ലക്ഷ്യം ഇറാനിലെ രഹസ്യ ആണവ കേന്ദ്രം പിക് ആക്സ് മൗണ്ടൻ. ഇറാന്റെ സഗ്രോസ് പർവ്വത നിരകൾക്കുള്ളിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന നിഗൂഢമായ ഒരു ഭൂഗർഭ കേന്ദ്രത്തെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ഇപ്പോൾ ഇറാനെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അമേരിക്ക നശിപ്പിച്ച കേന്ദ്രങ്ങൾ ഇറാൻ പുനർനിർമ്മിക്കുന്നതിനിടയിലാണ് മറുഭാഗത്ത് അമേരിക്ക വീണ്ടും ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ US ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമിച്ച നദാൻസ് ആണവ നിലയത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയായാണ് ഈ പ്രദേശം. അതീവ രഹസ്യ സ്വഭാവമുള്ള ആണവ നിലയമാണ് പിക് ആക്സ് മൗണ്ടൻ എന്നാണ് വിദഗ്ധർ പറയുന്നത്. രഹസ്യ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമോ അല്ലെങ്കിൽ ആയുധ നിലവാരത്തിനടുത്തുള്ള യുറേനിയം സൂക്ഷിക്കുന്നതിനുള്ള രഹസ്യ കേന്ദ്രമോ ആണിതെന്നാണ് വിലയിരുത്തൽ. ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും സജീവമാണെന്ന ഉപഗ്രഹ ചിത്രങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിനോ അല്ലെങ്കിൽ അവ സംഭരിക്കാനോ ഈ രഹസ്യ കേന്ദ്രം ഉപയോഗിക്കുന്നുണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിനെതിരെ കടുത്ത നടപടികൾ കൈക്കൊള്ളുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെ മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ഉയരുകയാണ്. തിങ്കളാഴ്ച ഹഗ് ഹെവിസ് ഷോയിൽ നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് പിക് ആക്സ് മൗണ്ടനെ ലക്ഷ്യമിടുന്നതിനെ കുറിച്ച് സൂചന നൽകിയത്. ഞങ്ങൾ പിക് ആക്സ് മൗണ്ടൻ ഇല്ലാതാക്കാൻ പോകുകയാണ്, ഇറാനികളോട് തയ്യാറായിരിക്കാൻ പറയൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. അവിടെ നിലവിൽ പ്രവർത്തനങ്ങളൊന്നും കാണുന്നില്ലെന്നും എന്നാൽ ഇറാന്റെ ആണവ സാഹചര്യം മോശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം നടന്ന US ആക്രമണങ്ങളെ ഈ കേന്ദ്രം അതിജീവിച്ചിരുന്നു. ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം 330 അടി ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ തുരങ്ക സമുച്ചയം അമേരിക്കൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാൻ സാധിക്കാത്തത്ര സുരക്ഷിതമാണെന്നാണ് US ഉദ്യോഗസ്ഥരെയും വിദഗ്ധരെയും ഉദ്ധരിച്ച് റോയിട്ടേഴ്സും വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 200 അടി പറക്കും മണ്ണിന് അല്ലെങ്കിൽ 20 അടി ഉറപ്പുള്ള കോൺക്രീറ്റിനും അപ്പുറം തുളച്ചു കയറാൻ നിലവിലെ ആയുധങ്ങൾക്ക് കഴിയില്ലെന്നും ഈ ഭൂഗർഭ ഹാളുകൾ അതിനേക്കാൾ ആഴത്തിലാണെന്നും വിദഗ്ധർ പറയുന്നു. കഴിഞ്ഞ വർഷത്തെ US ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ തകർത്തുവെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾക്കിടയിലും പിക് ആക്സ് മൗണ്ടൻ നിരീക്ഷണത്തിലായിരുന്നു. 2025 സെപ്റ്റംബറിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ അതീവ രഹസ്യ കേന്ദ്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടെന്നാണ്. 2020 മുതൽ ഈ ഭൂഗർഭ കേന്ദ്രത്തിൽ ഖനനം നടക്കുന്നുണ്ട്. അട്ടിമറിയിലൂടെ നശിപ്പിക്കപ്പെട്ട സെൻട്രിഫ്യൂജ് അസംബ്ലി സൗകര്യത്തിന് പകരം പുതിയൊരെണ്ണം നിർമ്മിക്കുകയാണെന്ന് ഇറാൻ ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ തുരങ്കങ്ങളുടെ വലിപ്പവും ആഴവും കണക്കിലെടുത്ത് ഇതൊരു രഹസ്യ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റോ അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിക്കാനുള്ള സുരക്ഷിത കേന്ദ്രമോ ആകാമെന്നാണ് വിദഗ്ധർ സംശയിക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇതുവരെ കേന്ദ്രം പരിശോധിച്ചിട്ടില്ല. ഭൂനിരപ്പിൽ നിന്ന് 260 മുതൽ 330 അടി വരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ചില അറകൾ ഇറാന്റെ ഫൊർദോ കേന്ദ്രങ്ങൾക്ക് ആഴത്തിലുള്ളതും US ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് അപ്രാപ്യമാണെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ജൂണിലെ ആക്രമണത്തിന് ശേഷമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ സുരക്ഷാ മതിലുകൾ വിപുലീകരിച്ചതായും തുരങ്ക കവാടങ്ങൾ ശക്തിപ്പെടുത്തുന്നതായും പുതിയ മണ്ണ് കൂനകളും യന്ത്രങ്ങളും അവിടെയുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നു എന്നതിന് വെല്ലുവിളിയല്ലെന്നും മറിച്ച് തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങളെ ഭാവിയിലെ വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ശ്രമമാകാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഇത്തരം രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റപ്പെടുമോ എന്ന ആശങ്കയും വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.